പുതിയ വർഷമാണ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് തന്നെ വിചാരിക്കുന്നു. നമ്മൾ നേരത്തെ ഡേ ഇൻ മൈ ലൈഫൊക്കെ നമ്മൾ 1-2 എപ്പിസോഡൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും വീണ്ടും ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, ചെയ്യാമോ ചേച്ചി, ഞങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വീണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെ നമുക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കാം. ഞങ്ങളുടെ ഒരു ദിവസം ഇന്ന് എന്തൊക്കെ, നമ്മൾ ഓരോ ദിവസവും പല പല കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഇന്ന് ഞങ്ങൾ വീക്കെൻഡും കൂടെയാണ്, ഫ്രൈഡേ ആണ്. അപ്പം നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പോകുക നമുക്ക് കാണിച്ചു കൊടുക്കാം അല്ലേ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ആൻഡ് സ്പെഷ്യൽ റെസിപ്പിയാണ്. ഭയങ്കര ഹെൽത്തിയാണ്. കമ്മണിക്കുട്ടിക്കും കമ്മണിക്കുട്ടിയുടെ ഫ്രണ്ട്സിനും കൂടെ വേണ്ടിയിട്ടല്ലേ അമ്മ ഉണ്ടാക്കാൻ പറഞ്ഞത്. എന്നോട് പറഞ്ഞില്ലേ എപ്പോഴും ചേടാ. അപ്പോൾ ഇതൊരു യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ് ആ രാജ്യങ്ങളിലൊക്കെ അവർ കൂടുതലായിട്ടും സെർവ് ചെയ്യുന്ന, അവർ കഴിക്കുന്ന ഒരു സാലഡാണ് കേട്ടോ. ഒരു ഗ്രീക്ക് സാലഡാണ്. ഭയങ്കര ഹെൽത്തിയുമാണ്. നമ്മൾ ഈ കുട്ടികൾക്ക് മയണീസ് ഒക്കെ കൊടുക്കുന്നതിന് പകരമായിട്ട് ഇത് ഇത് മയണീസിന് പോലെ വേറെ സാധനങ്ങളാണ്. മയണീസിൻ്റെ അകത്ത് വൈറ്റ് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇച്ചിരി വെജിറ്റബിൾസും കൂടെ ഇട്ടിട്ടാണ് നമ്മളിങ്ങനെ ഇത് ഫ്രഞ്ച് ഫ്രൈസ് മുക്കാനല്ല, ഇത് നമുക്ക് ബ്രെഡിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കൊരു ടിപ്പിംഗ് ആയിട്ട് നമുക്ക് കൂട്ടാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇതുള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്താ അത് പറഞ്ഞില്ലല്ലോ. മോൻ ചെയ്തോണ്ട് സ്കൂൾ ബസ് പോവോ? അമ്മ ഇതിനു വേണ്ടിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. വേഗം ചെയ്യ്, കൈ മുറിക്കരുത്. സ്പീഡ് ചെയ്യോ? ഇച്ചിരി കൂടെ സ്പീഡ്. സാലഡ് ക്യുക്കുംബർ എടുക്കണേ. അത് നമ്മൾ പീൽ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. പീൽ ചെയ്യാണ്ടും ഇങ്ങനെ ചെയ്യാം. എനിക്ക് എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പീൽ ചെയ്യുന്നത്. അടുത്ത സ്റ്റെപ്പ് മസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഇത്. 2-3 വെളുത്തുള്ളിയുടെ അല്ലി. ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ഡയറ്റീഷ്യനാണ്. ഇത് മിൻറ്റ് ലീവ്സ് ആണ്. അപ്പം നമ്മൾ എന്തൊക്കെ ഇട്ടു? ക്യുക്കുംബർ ഇട്ടു, ദൈവമേ സമയം പോണു. ക്യുക്കുംബർ ഇട്ടു, ഗാർലിക് ഇട്ടു, മിൻറ്റ് ലീവ്സ് ഇട്ടു. ഇനി കുറച്ച് ലെമൺ സ്ക്വീസ് ചെയ്യാം. ഇനി അടുത്ത് നമ്മളുടെ ഇൻഗ്രീഡിയൻ്റ് എന്താക്കാമോ? കേർഡ്. ഇനി നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ആവശ്യത്തിന്. മത്തരാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അടിപൊളി. ഇനി നമ്മൾ വേഗം ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളുടെ ടിഫിൻ ബോക്സ് റെഡിയായി. ഫസ്റ്റ് സ്നാക്ക് ബ്രേക്കിനുള്ള കാടമുട്ട അവിടെ തിളച്ചോണ്ടിരിക്കുകയാണ്. കമ്മണിക്കുട്ടി ഷൂ ഒക്കെ ഇടാൻ പോയി. ഇനി ഇത് വേഗം ബാഗിലേക്ക് വെച്ച് ഇനി തലമുടിയൊക്കെ കെട്ടി കൊടുക്കണം. വേഗം പോട്ടേട്ടോ. അമ്മ എപ്പോഴും ഫോട്ടോ റോസാനിക്ക് അയച്ചു കൊടുക്കും. ഞാനും ഫോട്ടോ അയച്ചു കൊടുക്കും. എടുത്തില്ലല്ലോ അമ്മ. ഏട്ടനുണ്ണാൻ വരുമോ ഉച്ചയ്ക്ക്? യേശുവേ ഞാൻ സ്കൂളിൽ പോവാണ്. യേശുവേ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി തരണേ. ടീച്ചേഴ്സിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബസ് വന്നോട്ടോ, ബസ് വന്നു. കമ്മണിക്കുട്ടീനെ സ്കൂളിൽ വിട്ടിട്ട് ഞാൻ നടക്കും. ഒരു 45 മിനിറ്റ്സ് നടക്കും. ശരിക്കും ഈ ഒരു വാക്കിംഗ് എൻ്റെ ആ ഒരു ഫുൾ ഡേക്ക് വേണ്ടിയിട്ടുള്ള ഒരു എനർജി സേവിങ് തന്നെയാണ് കേട്ടോ. ഫ്രഷ് എയറൊക്കെ കൊണ്ട് രാവിലെ തന്നെ നടക്കുമ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അയ്യോ, 7000 സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്തു.
ഇതിൻ്റെ വാട്ടറിങ് എങ്ങനെയാണെന്ന് എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്. ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഓരോന്നിലും കയറിയിട്ട് ഈ ചെടീനെ എടുത്ത് ഞാൻ ബാത്റൂമിൽ കൊണ്ടുപോയി ഷവർ ചെയ്യും. അങ്ങനെ ഓരോ ചെടിയും ചെയ്യണം. അത് വലിയൊരു പണിയാണ്. ഇന്നത്തെ സ്പെഷ്യല് ഉച്ചയ്ക്കത്തെ പരിപാടികളൊക്കെ തുടങ്ങിയതാണ്. സ്പെഷ്യല് ഞാൻ നേരത്തെ രാവിലെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ സിസ്റ്ററാണ് എനിക്ക് വീഡിയോസൊക്കെ എടുത്ത് തരുന്നത്. അപ്പോൾ അക്കയുടെ ഫേവറേറ്റ് ഒരു സംഭവമാണ് ഉണക്കമീൻ. അപ്പോൾ എന്ന് വിചാരിച്ചു അക്ക ഉള്ളതുകൊണ്ട് ഉണക്കമീൻ ഏട്ടനും ഭയങ്കര ഇഷ്ടമാണ് ഉണക്കമീൻ ചതച്ചത് കേട്ടോ. പിന്നെ കടച്ചക്ക ഞാൻ ഒലത്തി വെച്ചിട്ടുണ്ട്. അപ്പം കടച്ചക്ക ഒലത്തിയതുണ്ട്. പിന്നെ എൻ്റെ തനി ഇച്ചിരി വ്യത്യാസമുണ്ട്. ഞാൻ ഫിഷും കടച്ചക്ക ഉള്ളതുകൊണ്ട് കുറച്ച് കടച്ചക്ക, പിന്നെ സാലഡ് അങ്ങനെയൊക്കെയാണ് കഴിക്കുന്നത്. പുളിശ്ശേരി ഓൾറെഡി കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പുളിശ്ശേരി ഞാൻ ചൂടാക്കി വെച്ചു. വെള്ളം റെഡിയായി. ഇനിയിപ്പം ഉണക്കമീൻ്റെ പരിപാടികളിലേക്ക് തുടങ്ങാൻ പോവുകയാണേ. എൻ്റെ മീൻ വറുത്ത് വെച്ചേക്കുന്നു. വളരെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒരു ടീസ്പൂണൊക്കെ ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഞാൻ സ്ലോ കുക്ക് ചെയ്ത് എടുത്ത മീനാണ് കേട്ടോ ഇത്. അപ്പം മീനിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി കടച്ചക്ക ഒന്ന് ഒലത്തിയെടുക്കണം. അപ്പോൾ ആദ്യം ഉണക്കമീൻ അങ്ങ് ചതച്ചങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പരിപാടി കഴിഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസിലാണ് ഞാൻ. അപ്പോൾ ഉണക്കമീൻ ചതച്ചതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ കൂടുതൽ ചുമന്നുള്ളി എടുത്തിട്ട് ഉണ്ടാക്കണം. ഇവിടെ സവോളയുടെ പരിപാടിയേ ഇല്ല. ഉണക്കമീനിലെല്ലാവരും ചുമന്നുള്ളി തന്നെയാണ് ഇടുന്നത്. അപ്പം ചുമന്നുള്ളി ഞങ്ങൾക്ക് നല്ല പ്രാന്തം മുളക് കിട്ടിയായിരുന്നേ. അപ്പോൾ പ്രാന്തം മുളക് ഇട്ട് ഞാനൊന്ന് ചുമ്മാ വെറുതെ മറ്റേ മുളകിടാതെ പ്രാന്തം മുളക് ഞാൻ എടുത്തിട്ട് ഇത് രണ്ടും കൂടെ ഇടിച്ച് ചതയ്ക്കാനൊന്നും പോയില്ല. കാരണം ഈ പ്രാവശ്യം ഇന്ന് നല്ല ടയർഡ്, രാവിലത്തെ കഴിഞ്ഞപ്പോൾ തന്നെ മടുത്തു. അപ്പം ഞാൻ ഇതാണേ, ഇത് ശരിക്കും നല്ല ക്വാണ്ടിറ്റി എടുക്കണം. കാരണം നേരത്തെ നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കറിയാം ഞങ്ങൾക്കെല്ലാം ഈ ചുമന്നുള്ളിയുടെ പരിപാടികളേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ ചുമന്നുള്ളി വേണം. അപ്പോൾ ഒരു 2 കൈപ്പിടി ചുമന്നുള്ളി രാവിലെ തൊട്ട് വാക്കിങ് കഴിഞ്ഞ് വന്നിട്ട് അരിഞ്ഞിട്ട് കിട്ടിയതാണ് ഇത്രയും. എന്നിട്ട് അതും പ്രാന്തമുളകും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തു. ഇനി ഇത് ഉണക്കമീൻ ഞാൻ വറുത്ത അതേ എണ്ണയാണ് അതിനകത്തോട്ട് ഇടുക കേട്ടോ. ഇതിപ്പോൾ കുക്കിംഗ് ഷോ ഒന്നും അല്ല, നമ്മൾ ജസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് ആകുമ്പോൾ എന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെ പറയണമല്ലോ. കാരണം അതൊന്ന് പറഞ്ഞാൽ ഇപ്പം പുതിയ കുക്കിംഗ് ഒക്കെ തുടങ്ങുന്ന ആൾക്കാർക്കൊരു ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ മീൻ വറുത്ത അതേ എണ്ണയിലേക്ക് തന്നെയാണ് അതിട്ടത്. ഇനിയിപ്പോൾ തുടങ്ങാൻ പോയി. ഇനി പിടപെടുന്ന കാര്യങ്ങൾ വേഗം തീരും. എൻ്റെ ഒരു എന്താ പറയുക, ഒരു 11 മണിയൊക്കെ ആകുമ്പോഴേക്കും എൻ്റെ എല്ലാ പരിപാടികളും തീരും ഉച്ചയ്ക്കത്തെ. അത് കഴിഞ്ഞ് പിന്നെ ക്ലീനിങ്ങിലേക്ക് കയറും. അപ്പോഴേക്കും ക്ലീനിങ് കഴിയുമ്പോഴേക്കും കമ്മണിക്കുട്ടി വരും. പിന്നെ കഴിച്ച് ട്യൂഷൻ്റെ പരിപാടികൾ തുടങ്ങും. അങ്ങനെ അപ്പം ഇതിനി ഒന്ന് ശരിക്കും നന്നായിട്ടൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ പോലെയൊക്കെ ആയി വരണം. ഒന്ന് വഴറ്റിയെടുക്കട്ടെ. ഇനി നമ്മൾ കുറച്ച് ഇടിച്ച മുളക് ഇട്ട് കൊടുക്കാം. ഇടിച്ച മുളകാണ് ഇതിൻ്റെ മെയിനേ. നമ്മൾ ഈ ചതച്ച് വെച്ച ഉണക്കമീൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഈ കടച്ചക്കയും ഉണക്കമീനും നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടോ? മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഇപ്പം ഞാൻ കടച്ചക്ക പല രീതിയിൽ എല്ലാവരും ഉണ്ടാക്കും. ഞങ്ങളുണ്ടാക്കുന്ന കടച്ചക്ക ഈ ഉണക്കമീനും കൂട്ടി കഴിക്കാൻ എന്നാ ടേസ്റ്റാണെന്നറിയാമോ? ഇനി നമ്മളിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഉണക്കമീൻ്റെ പരിപാടി റെഡിയായി കഴിഞ്ഞു. ഇനി ഞാൻ കടച്ചക്കയുടെ ഒലത്താൻ പോവാണേ. ഇത് കടച്ചക്ക ഒലത്താൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്ന ചുവന്നുള്ളിയാണ്. ഇത്രയും ചുവന്നുള്ളിയാണ്, നമ്മൾ സവാള ചേർക്കുന്നേ ഇല്ല. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ പ്രാന്തമുളക്. നിങ്ങൾ അമ്മമാർക്കൊക്കെ അറിയായിരിക്കും, പക്ഷേ കുക്കിംഗ് ഒക്കെ തുടങ്ങുന്ന ആൾക്കാർക്ക് ഞാൻ ഇന്ന് കാണിച്ചു തന്നതാണ്. ഇത് ഭയങ്കര എരിവാണ്. അപ്പോൾ കാന്താരി മുളക് ഈ പ്രാന്തമുളകിനൊക്കെ ഭയങ്കര എരിവാണ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ആ ചുമന്നുള്ളിയില്ലേ, അത് ഞാനൊന്ന് ചതച്ചെടുക്കത്തേ ഉള്ളേ, അരയ്ക്കൊന്നുമില്ല കേട്ടോ, ചതച്ചെടുക്കുള്ളൂ. ഇത് ഞാൻ കടച്ചക്ക ഒലത്തി വെച്ചിരിക്കുന്നതാണ്, നേരത്തെ ഒലത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു 2 വിസിൽ കേട്ടോ, ഒരു വിസിൽ അല്ലെങ്കിൽ 2 വിസിൽ, ഓരോ ചക്കയുടെ അനുസരിച്ചിരിക്കും. അപ്പോൾ എനിക്ക് ഇച്ചിരി മൂത്ത ചക്കയാണ് കിട്ടിയത്. അപ്പം ഒരു 2 വിസിൽ അടുപ്പിച്ച് ഞാൻ നേരത്തെ വെച്ചിരിക്കുന്ന. ഇനി നമ്മളുടെ ചുമന്നുള്ളിയൊക്കെ വന്ന് കഴിയുമ്പോൾ അത് അതിനകത്തേക്ക് ഇടുക. ഇത് എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ.
ഏട്ടനും ഭയങ്കര ഇഷ്ടമായി ഞാനിത് ഉണ്ടാക്കി കൊടുത്തപ്പോൾ. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു കപ്പപ്പുഴുക്കൊക്കെ ഉണ്ടാക്കുന്ന അതേ രീതിയിലാണ് അമ്മ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചെയ്തത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാൻ വേഗം ഒന്ന് പറഞ്ഞുതരാം. കാരണം ഇത് നമ്മളിത് എല്ലാം കാണിക്കാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ടൈം പോകും. അതിപ്പോൾ വാട്ട് ഐ കുക്കിൻ്റെ ഡേ ആയോ എന്നെനിക്കൊരു സംശയമുണ്ട്. ഞാൻ ചുമന്നുള്ളി ചതച്ചെടുത്തു. പിന്നെ നമ്മളത് ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഭയങ്കര മഞ്ഞ കളർ ആവാനും പാടില്ല, കുറച്ച് നമ്മളുടെ ബീഫ് ഉലത്ത് മസാലയാണ് കേട്ടോ ഞാനിടുന്നത്. ബീഫ് ഉലത്ത് മസാല ഇട്ടു. ഇടിച്ച മുളക്, ഇതിനകത്ത് പച്ചമുളക് ഞാൻ യൂസ് ചെയ്തിട്ടേ ഇല്ല, ഇടിച്ച മുളകാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും അവസാനം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, കുറച്ച് ഗരം മസാല അതിൻ്റെ കൂടെ തന്നെ ഇടുക. ഇത്രയേ ഉള്ളൂ. കറിവേപ്പില ഇത്ര ഇട്ടിട്ട് നമ്മളിതിനെ വേവിച്ച് വെച്ചതിനെ നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ തന്നെ ശരിക്കും ഇത് ഉടഞ്ഞു പോവും. ഇത് ഏലക്കയും പെരിഞ്ചീരകവും കൂടെ പൊടിച്ചതാണേ. ഇത് പൊടിച്ചത് നമ്മൾ ഇതിനകത്തേക്ക് ലാസ്റ്റ് ഒന്ന് ഇതിങ്ങനെ ഇളക്കി കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റും ആ ഒരു സ്മെല്ലും ഒക്കെ ശരിക്കും ഇതിനകത്തേക്ക് കിട്ടും. ഒരു 10 മിനിറ്റ് അടച്ചു വയ്ക്കുക. അപ്പോൾ ആ സ്മെല്ലും എല്ലാം ഇതിനകത്തേക്ക് പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് ഉണക്കമീൻ്റെ കൂടെ കഴിക്കണം മക്കളെ, എന്തൊരു ടേസ്റ്റാണ്. ഇപ്പം തന്നെ വെള്ളം വരും. എൻ്റെ ഡയറ്റീഷ്യൻ കേൾക്കേണ്ടത് ഇപ്പം ഞാൻ ഉണ്ടാക്കി കഴിയുമ്പോൾ ഇപ്പോൾ കേൾപ്പിച്ചു തരാം കേട്ടോ പുള്ളിക്കാരത്തി. നമ്മളെന്താ കഴിക്കുന്നതെന്നൊക്കെ ഇപ്പം ഞാൻ കഴിക്കുന്നത് എല്ലാം വ്യത്യാസമാണ്. അപ്പോൾ ഒക്കെ പറയണം. നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ പുള്ളിക്കാരത്തി പറയും ഇത്ര മെഷർമെൻറ്റേ കഴിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറയും. പക്ഷെ നമ്മളിതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അറിയാണ്ട് കഴിച്ചു പോകും, അതാണ് പ്രശ്നം. ഇച്ചിരി നേരം അടച്ചു വയ്ക്കുക, ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വയ്ക്കുക. 5 മിനിറ്റ് പോലും വേണ്ട, ഒരു 3-4 മിനിറ്റ് മതി. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ എല്ലാം അത്യാവശ്യം ആയിട്ടുണ്ട്. ഇനി ചോറ് വാർത്താൽ മതി. അപ്പോൾ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും ഇതുപോലെ ക്ലീനാക്കി പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. നമ്മൾ കഴിയുന്ന പാത്രങ്ങൾ അപ്പം കഴുകി പോവുകയാണെങ്കിൽ അത്രയും നമുക്ക് ഒറ്റയടിക്ക് എല്ലാ പാത്രം കൂടെ കഴുകാൻ നിൽക്കണ്ട. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. കടച്ചക്കയാണെന്ന് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്യുന്നതിന് മുന്നേ ഒരു 120 ഗ്രാം അല്ലെങ്കിൽ ഒരു 100 ഗ്രാം എടുത്തോളൂ. ഓയിലിൻ്റെ കണക്കൊക്കെ കറക്റ്റായിട്ട് തന്നെ പോകണം. പിന്നെ പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യാൻ മറക്കണ്ട, ചിക്കൻ അല്ലെങ്കിൽ ഫിഷ് കേട്ടോ. പിന്നെ റൈസും മെഷർ ചെയ്യണം. ചിലപ്പോൾ വിശക്കുന്നു തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഒരു 1 സെർവിങ് ഓഫ് സാലഡ് ഒരു ക്യൂക്കുംബറും ക്യാരറ്റും കൂടെ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നു കൂടെ ആഡ് ചെയ്തോ. മെഷർമെൻറ്റ്സ് ഒക്കെ കറക്റ്റ് ആയിരിക്കണേ. ഇപ്പം ഒരു ഡയറ്റീഷ്യൻ്റെ കൺട്രോളിലാണ് എൻ്റെ പ്ലേറ്റും എല്ലാ കാര്യങ്ങളും പോകുന്നത്. ഒന്ന് ടോണ്ട് ആയിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരുന്നത്. കാരണം ഡേ ഇൻ മൈ ലൈഫ് ആയതുകൊണ്ട് ഞാൻ ചെയ്യുന്നതെല്ലാം കാണിക്കണമല്ലോ. റോസ് എന്നാണ് എൻ്റെ ഡയറ്റീഷ്യൻ്റെ പേര്. ഡയറ്റീഷ്യനെയും എല്ലാം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. കുറച്ചും കൂടെ ഒന്ന് വണ്ണം കുറഞ്ഞോട്ടെ. അങ്ങനെയുണ്ട്. അമ്മണിക്കുട്ടി ഒറ്റയ്ക്ക് കഴിക്കുന്നതാണ്. പക്ഷേ ഇങ്ങനെ പുളിശ്ശേരിയൊക്കെ ഉള്ളപ്പം അല്ലേ ആളിങ്ങനെ കുഴച്ച് തരുമോ എന്ന് ചോദിക്കും. ഇഷ്ടമാണ്. ഉണക്കമീനും പുളിശ്ശേരിയും ഒക്കെ കൂട്ടി കൊടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. Good evening, Kanmani. Good evening, ma'am. How are you? Good. How about you? I'm great. How was your day at school today? It was very good. Today evening I'm going to the beach. So you're gonna have fun after the class. Yes. I'm going to give you a surprise for you. Close your eyes, okay? So Kammo, are you ready? Yeah. So here is your surprise. Hi, Kammo. Aisha ma'am. Hi, Great surprise, right?
Hi, dear. Hi, Amju ma'am. How's Kammo? Yeah, she is very good. Okay. And whatever the updates, I mean, did she started the multiplication and all? Yeah, Yeah, she is very good at that. yeah. Give me a She is so question. simple. Give me a question. 2 into 4? Tell me. What is 2 into 4? You know the answer, right? Just think and say. 8. 8. Yeah, very good. And 2 into 3? 2 into 3 is 6. Yeah, it's very good. If there is anything she needs, or if you have any queries, feel free to reach out, okay? Bye-bye. Bye bye. Which subject you want? English. കൊടുത്തു. English. So, Kanmani, can you please read that poem? Yeah. My garden. Okay. There's a garden in my house, a garden full of flowers. I like to be there all the time and spend just hours and hours. Very good. So, I have to give a big clap for that, no? Yeah. You have read it very well. Very good, very good. पूरी आलू बन गए. चूहिया पूरी हलवा खाना चाहती थी. चूहिया खुश, चूहा भी खुश. How did you read Hindi very nicely? ഇന്ന് വീക്കെൻഡ് ആണല്ലോ, അപ്പം ഞങ്ങൾ വിചാരിച്ചു കമ്മണിക്കുട്ടീനെയും കീക്കുട്ടീനെയും കൊണ്ടൊന്ന് പുറത്ത് പോവാണ്. കമ്മണിക്കുട്ടിക്ക് അവിടെ ട്യൂഷൻ നടക്കുകയാണ്. ട്യൂഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ എവിടെ ചെന്നാലും ഒരുപാട് അമ്മമാരുടെ ഒരു വലിയ എന്താ പറയുക ഒരു ഡൗട്ടാണ്, ഇൻ്റർവെൽ ടീമിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ ഹാപ്പിയാണോ, കുഞ്ഞ് പഠിക്കുന്നുണ്ടോ, അവർ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ടോ എന്നൊക്കെ. ഓൾമോസ്റ്റ് ഒരു 1.5 കൊല്ലമായി ഇൻ്റർവെൽ ടീമിൽ ജോയിൻ ചെയ്തിട്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്, ഞാൻ വളരെ ഹാപ്പിയാണ്. എന്നെക്കാട്ടിലും ഹാപ്പിയാണ് എൻ്റെ മോള്. നമ്മൾ അമ്മമാരെ സംബന്ധിച്ച് നമുക്ക് എന്താ വേണ്ടത്? കുഞ്ഞുങ്ങൾ നന്നായി പഠിക്കണം, ആ ഇരുന്ന് പഠിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി അവർക്ക് പഠിക്കാൻ പറ്റണം. അപ്പം ലിറ്റിൽ ജീനി കഴിഞ്ഞ് ഞങ്ങൾ ക്ലാസ് റൂം കോഴ്സിലേക്ക് കയറി. എനിക്ക് വരുന്ന വാഗ് ഞാൻ അവർക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ ആ പോർഷൻസ് എല്ലാ വീക്കും അവർ കംപ്ലീറ്റ് ചെയ്യും. ഓരോ കാര്യങ്ങളും ഓക്കെ ഇന്നത് ഞാൻ അയച്ചു കൊടുത്തു, അത് കംപ്ലീറ്റ് ചെയ്യല്ല അവർ ചെയ്യുന്നത്. അവരിങ്ങനെ തമാശ പറഞ്ഞ് അവളെ ചിരിപ്പിച്ച് കമ്മുവിൻ്റെ മൂഡ് പോവുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കി അവൾക്ക് മൂഡ് ഉണ്ടെങ്കിൽ ആ സമയത്ത് കുറച്ച് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കുന്നത്. ജനുവരിയാണ്, അപ്പം നമ്മളൊരു എക്സാം സീസണിലേക്കൊക്കെ കയറിയല്ലേ. കുറച്ചുകൂടെ പ്രയോറിറ്റി ഈ ഹൈസ്കൂളിലേക്കുള്ള ഒരു കുട്ടികൾക്കായിരിക്കും കുറച്ചുകൂടെ കൂടുതൽ ടെൻഷനും ഒക്കെ അല്ലേ, അമ്മമാർക്ക് പ്രത്യേകിച്ച്. 8th സ്റ്റാൻഡേർഡ് തൊട്ടിട്ട് 12th സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികൾക്ക് പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ ക്രാഷ് കോഴ്സ് എന്ന് പറയും. ക്രാഷ് കോഴ്സിൽ ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ക്വിക്ക് നോട്ട്സ്. ഇപ്പോൾ ചില ചാപ്റ്റേഴ്സിൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ ഉണ്ടാവും, അതെല്ലാം അവർ നന്നായിട്ട് ക്ലിയർ ചെയ്ത് പറഞ്ഞു തരും. എനിക്ക് ഇവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഇവരുടെ അസസ്മെൻറ്റ് ടെസ്റ്റ് കേട്ടോ. അസസ്മെൻറ്റ് ടെസ്റ്റിൽ മനസ്സിലാവും നമ്മളുടെ കുട്ടിക്ക് എവിടെയാണ് ആ കുട്ടി കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ചില കുട്ടികൾ റീഡിംഗ് ആയിരിക്കും, റൈറ്റിംഗ് ആയിരിക്കും, സെൻറ്റൻസ് ഫോർമേഷൻ ആയിരിക്കും, അങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ. ഓരോ കുട്ടികൾക്ക് ഓരോ രീതിയിലായിരിക്കും. അത് മനസ്സിലാക്കി ആ കുട്ടിക്ക് വേണ്ടി ഡിസൈൻ ചെയ്യുന്ന ഒരു കോഴ്സാണ് ഫൗണ്ടേഷൻ കോഴ്സ്. ചില കുട്ടികൾക്കൊക്കെ എവിടെയെങ്കിലും ഒരു വീക്ക് പോയിന്റ് ഉണ്ടാവും. അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഈ ഫൗണ്ടേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്താൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. സ്റ്റാർട്ടിങ്ങിലെ ആ ബേസ് എല്ലാം ക്ലിയർ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും പഠിക്കാനായിട്ട്. നമ്മൾ അടിത്തറ മോശമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അത് KG തൊട്ടിട്ട് +2 വരെയുള്ള കുട്ടികൾക്ക് ഫൗണ്ടേഷൻ കോഴ്സ് അവൈലബിൾ ആണ്. നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും സ്റ്റാർട്ടിങ്ങിലെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. ഇൻ്റർവെൽ ടീമിൽ ജോയിൻ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് കൺമണിക്കുട്ടിക്ക് കിട്ടിയ 2 ടീച്ചേഴ്സും, അതായത് ആയിഷ മാം ആണ് ആദ്യം പഠിപ്പിച്ചത്, ഇപ്പോൾ അംജു മാം ആണ് പഠിപ്പിക്കുന്നത്. ഇവർ 2 പേരും ഞാൻ കമ്മണിയുടെ അടുത്തിരുന്ന് എങ്ങനെയാണോ പഠിപ്പിക്കുന്നത് അതേപോലെ തന്നെയാണ് പഠിപ്പിക്കുന്നത്, അതേപോലുള്ള സ്നേഹവും. അപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ അറിയാം, ആയിഷ മാം എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ വീക്കിലും വിളിക്കും, കമ്മുവിനെ വീഡിയോ കോൾ ചെയ്യും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, മാം പഠിപ്പിച്ച് ഓൾറെഡി കഴിഞ്ഞതാണ്, വേണമെങ്കിൽ വിളിക്കാതിരിക്കാം. പക്ഷേ എന്ത് ഡൗട്ട് കമ്മുവിനുണ്ടെങ്കിലും കമ്മണിക്കുട്ടി വിളിച്ച് ചോദിക്കണം, മാം പറഞ്ഞു തരാം എന്നൊക്കെ പറയുമ്പോൾ അത് എനിക്ക് അമ്മ എന്നുള്ള ഒരു രീതിയിൽ എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. അതേ കെയറിങ് അവരും കൊടുക്കുന്നുണ്ടല്ലോ. ഒരുപാട് പേരൻസിൻ്റെ ഒരു ഡൗട്ടാണ് കേട്ടോ, ഇൻ്റർവെൽ ഭയങ്കര കോസ്റ്റ്ലി ആണോ, നമുക്ക് അഫോർഡബിൾ ആണോ എന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല, അവർക്ക് ഒരുപാട് പാക്കേജസ് ഉണ്ട്. നമുക്ക് താല്പര്യമുള്ളതിൽ ജോയിൻ ചെയ്താൽ മതി. ഇപ്പോൾ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് മാത്രം പോയാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് എടുക്കാം. അതല്ല നിങ്ങളുടെ കുട്ടിക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് മാത്രമാണ് ബുദ്ധിമുട്ട്, ഇപ്പോൾ ഹിന്ദി ആണെങ്കിൽ അങ്ങനെ, മാത്സ്, ഇംഗ്ലീഷ് അല്ലെങ്കിൽ സോഷ്യൽ സയൻസ്, അറബിക്, ഏത് സബ്ജക്റ്റിനാണോ നിങ്ങളുടെ കുട്ടി വീക്കായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ആ സബ്ജക്റ്റ് മാത്രം എടുത്താൽ മതി എന്നുണ്ടെങ്കിൽ അവരത് അങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് തരും.
തീർച്ചയായിട്ടും കൺമണിക്കുട്ടിയുടെ ആ ഒരു സ്കൂളിംഗ് കഴിയുന്നത് അതായത് +2 കഴിയുന്നത് വരെ ഇൻ്റർവെൽ ടീമിൻ്റെ കൂടെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഒരുപാട് കുട്ടികൾ നമ്മളുടെ വീഡിയോ കണ്ടിട്ട് ജോയിൻ ചെയ്തു എന്നറിയാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മൾ പറയുന്ന ഒരു കാര്യം ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഉപകാരപ്പെടുമെങ്കിൽ അത് ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഇൻ്റർവെൽ ടീമിനെ കുറിച്ചുണ്ടെങ്കിൽ ഞാൻ താഴെ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കാം, അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ.